ഈ ഓണത്തിന് നല്ല പിങ്ക് കളറിലുള്ള സേമിയ പായസം തയ്യാറാക്കിയാലോ? അപ്പൊ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. റോസ്റ്റ് ചെയ്ത സേമിയ തന്നെയാണ്, എന്നാലും ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ. അപ്പൊ നല്ല പോലെ വറുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കാരമൽ ഉണ്ടാക്കണം. അപ്പൊ 1 കപ്പ് പഞ്ചസാര നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ എത്തുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കണം, ഒരു 50 ഗ്രാമോളം. പിന്നെ നമുക്ക് ഇതിലേക്ക് 280 ഗ്രാമോളം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കണം കേട്ടോ. പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ മിൽക്ക് മെയ്ഡും കാരമലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കെട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ആ വിഷയാക്കണ്ട, അത് തിളച്ച് വരുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. നമ്മൾ ഇതിലേക്ക് സേമിയം കൂടെ ഇട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്തിടാണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ കാഷ്യൂ നട്ടും റൈസിൻസും ഇട്ടിട്ട് നല്ല പോലെ വറുത്തിട്ട് നമുക്ക് സേമിയ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പാല് കുറുക്കി എടുത്തിട്ട് വേണം ഈ ഒരു സേമിയ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഓണത്തിന് വ്യത്യസ്തമായിട്ട് എന്നാ വളരെ ഈസി ആയിട്ട് ഒരു പായസം തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു പിങ്ക് സേമിയ തന്നെ ആവാല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.